കുട്ടേട്ടാ കുട്ടേട്ടാ വണ്ടി നമുക്കൊന്ന് പോയി നോക്കാം. എന്താ കുട്ടേട്ടാ ചങ്ങായിക്ക് പറ്റിക്കണ? കടപ്പുറത്ത് തെരണ്ടി അടിഞ്ഞ മാതിയാണ്ട് പഠിച്ചോനെ ഈ ചങ്ങായി കിടക്കണത്. അൽബിഷേ എന്താണ് പറ്റിക്കണു? നീക്കേ ഒന്നുമില്ല കുട്ടേട്ടാ, അന്ന് ഭയങ്കര ക്ഷീണം. നോലുമ്പാണെങ്കിൽ എനക്ക് വീട്ടിൽ പോയി കിടന്നാ പോയി. എന്തിനാ ഇവിടെ വന്ന് കിടക്കണത്? നോലുമ്പൊന്നുമില്ല കുട്ടേട്ടാ, പക്ഷെ ഫുഡും ഭക്ഷണം എവിടുന്ന് കിട്ടാല്ലേ. പൈച്ചിട്ട് വെച്ച യൂസുഫ് അലിയ അല്ല, ഈ നോമ്പിന്റെ മുമ്പ് ഹുണ്ടിങ്ങോ അങ്ങനെ ഈ നോമ്പിന് തുറന്ന് പ്രവർത്തിക്കുന്ന കുറെ ഹോട്ടലിന്റെ പേരും ലിസ്റ്റൊക്കെ തിരഞ്ഞെടുത്ത് നടന്നിരുന്നില്ലേ? അങ്ങനത്തെ വല്ല ഹോട്ടലിന്റെ പേരുണ്ടെങ്കിൽ 2-3 പേരിച്ച് പറഞ്ഞാ പൈച്ചിട്ട് കണ്ണ് കാണില്ല. പള്ളൻ്റെ ഉള്ളിൽ രാമായണം ചെല്ലാം. അൽമിഷ് ഭായി, ഹോട്ടലുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ, അവിടെ പോയിട്ട് ഇരുന്നിട്ട് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതെന്താ യൂസുഫ് അലിയെ? പിന്നെ റമദാനിക്ക് നമ്മൾ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ തപ്പിപ്പിടിച്ച് ചെന്ന് കഴിഞ്ഞാലേ അവിടെ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഹോട്ടലിൽ കണ്ട് കയറിയിട്ടുണ്ട്, അളിയൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ആകെ വസലായി. പിന്നെ 100 റുപ്യക്ക് അവിടെ കയറി ചില്ലറയും വാങ്ങിട്ടാൻ പോകുന്നത്. അളിയന്മാർ, മൂത്താപ്പാർ, ഏളാപ്പാർ, ഇവന്മാർ അല്ലെങ്കിൽ പരിചയക്കാർ, ഇവരൊക്കെ തട്ടിത്തള്ളിട്ട് ഒരു വസ്തു തിന്നാൻ പറ്റൂല. പിന്നെ ഇങ്ങക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇന്നാ വളച്ച് കെട്ടത് എന്താ വെച്ചാൽ അത് വേഗം പറയാം. പൈച്ചിട്ട് ബെജ്ജ മനുഷ്യന്. ഹോസ്പിറ്റലുകളുടെ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിക്കാം. അപ്പൊ എന്താ ചങ്ങായി, ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ ഇവരാരും വരൂലേ? ഈ ഏളാപ്പിയും മൂത്താപ്പയും മരുവനൊന്നും പൊതുവിൽ ഇവരാരും അങ്ങോട്ട് വരില്ല. ഇനി അഥവാ വന്ന് പിടിച്ചാൽ തന്നെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ വന്ന് കിണറ പോലെ. അല്ല യൂസുഫ് അലിയെ, ഇജു പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു തെണ്ടി ഹോട്ടലിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഓലെ കൊണ്ടൊരു ബില്ല് ഉറപ്പിച്ചാൽ പോരെ? മൂർഖനെയാണല്ലോ ചവിട്ടിയത്.